ഒന്ന്, എൻ്റെ ഇത് വേറെ അതിനകത്തേക്ക് പോയിട്ടുണ്ട് 2. ഞാൻ നിരമ്പോൾ ഒന്നുകൂടി ഇതായിട്ട് 3, 4. കണ്ടില്ലേ? ഹലോ ഫ്രണ്ട്സ്, മൈ ഫിഷ് ടാങ്ക് ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫീമെയിൽ ബെറ്റാസിനെ കുറിച്ചിട്ടാണ്. ഫീമെയിൽ ബെറ്റാസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഫീമെയിൽ ബെറ്റാസിനെ ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളിന് ശേഷം ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും, പിന്നെ ഫീമെയിൽ ബെറ്റാസ് വലുതായ കുഞ്ഞുങ്ങളെ എത്ര നാളുകൾക്ക് ശേഷം നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ ഹാഫ് മൂൺ ഫീമെയിൽ, ഫുൾ മൂൺ ഫീമെയിൽ, ഹൈ ക്വാളിറ്റി ഫീമെയിലിനെ തിരിച്ചറിയാം, ലോ ക്വാളിറ്റി ഫീമെയിലിനെ തിരിച്ചറിയാം, പിന്നെ ബിഗ് ഗിയറിനെ അങ്ങനെ തിരിച്ചറിയാം, പിന്നെ ബെറ്റ ഫീമെയിലുകൾ എല്ലാത്തിനും ഒരുമിച്ചിട്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫീമെയിലിനെ അങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഫീമെയിലിനെ തിരിച്ചറിയേണ്ട വലിയ പാടൊന്നുമില്ല. ഫീമെയിലിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത്, അതായത് മീനിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്പോട്ട് കാണാൻ പറ്റും. അത് എഗ് സ്പോട്ട് എന്നാണ് പറയണത്. അതുണ്ടെങ്കിൽ അത് ഫീമെയിലാണ്. അത് ഏത് ടൈപ്പ് ബെറ്റായി ആയിക്കോട്ടെ, അത് ക്രൗൺ ടെയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റ്, ഹാഫ് മൂൺ, ഫുൾ മൂൺ, ഏത് ടൈപ്പ് ബെറ്റാസ് ആയിക്കോട്ടെ ഇതാണ്. അപ്പോൾ ഈ വൈറ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ അത് ഫീമെയിലാണ്. ഇനി പലരും ചോദിക്കാറുണ്ട് എത്ര നാളായ ഫീമെയിൽ തന്നെയല്ല ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. സാധാരണ 3 മാസം ആയ ബെറ്റാസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് ബെറ്റാസിന് 3 മാസം കൊണ്ട് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ബെറ്റാസിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. 3 മാസം ആയിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം അത്യാവശ്യം വലിപ്പം വെച്ച ബെറ്റാസൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് 3 മാസം പ്രായമായ ബെറ്റാസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ചോദിക്കുന്നത് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര നാളുകൾക്ക് ശേഷം ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഫീമെയിലിൻ്റെ എഗ്ഗ് റീലോഡ് ആവും. പക്ഷേ 15 ദിവസം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രീഡിങ്ങിൽ ചിലപ്പോൾ അതിന് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും, അതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് വരാനായിട്ട് ഏകദേശം 1 മാസമെങ്കിലും എടുക്കും ഫീമെയിൽ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ബ്രീഡ് ചെയ്യിപ്പിക്കലായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഒരു പ്രാവശ്യം ബ്രീഡ് ചെയ്തതിന് ശേഷം എത്ര നാളുകൾക്ക് ശേഷം ബ്രീഡ് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. ഇനി നമുക്ക് ഹാഫ് മൂൺ, ഫുൾ മൂൺ, പിന്നെ ബിഗ് ഗിയർ, ഡബിൾ ടെയിൽ, ആ ഹൈ ക്വാളിറ്റി ഉള്ള ഫീമെയിൽ, അതിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഹാഫ് മൂൺ ഫീമെയിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഹാഫ് മൂൺ ബെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള വാലിൻ്റെ കുറച്ച് നരമ്പുകളുണ്ട്. ആ നരമ്പെന്ന് പറഞ്ഞാൽ ഒരു നരമ്പയും തുടങ്ങിയിട്ട് 4 അവസാനിക്കുകയാണെങ്കിൽ അത് പക്ക ക്ലിയർ ഹാഫ് മൂൺ ആയിരിക്കും. അത് ഞാൻ ക്ലിയർ ആയിട്ട് വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ? ഇത് ഒരു നരമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് 1, എൻ്റെ ഇത് വേറെ അതിനകത്തേക്ക് പോയിട്ടുണ്ട് 2. ഞാൻ നിരമ്പോൾ ഒന്നുകൂടി ഇതായിട്ട് 3, 4. കണ്ടില്ലേ? ഇത് ഫുള്ള് നോക്കുകയാണെങ്കിൽ 4 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇതും നോക്കിയാലും അടുത്ത് നോക്കിയാലും മനസ്സിലാവും. 1, 2, 3, 4 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം 4 സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവുക. ഇത് നമുക്ക് ഫുൾ മൂൺ എന്താണെന്ന് നോക്കാം. ഫുൾ മൂണും ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷേ 4 8 സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. 8 സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ ഫുൾ മൂൺ ഫീമെയിലാന്ന് പറയാം. അതൊന്ന് ഞാനൊരു ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ? ഈ ഫുള്ളൊന്ന് നോക്കുക. ഇത് ഒരെണ്ണത്തിന് തുടങ്ങിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8 അവസാനിച്ചത്. ഇത് ഒരെണ്ണത്തിൽ തുടങ്ങിയിട്ട് സ്പ്ലിറ്റ് ആയേക്കാണ്. ഈ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ ഇങ്ങോട്ട് സ്പ്ലിറ്റായി, പിന്നെ ഇതിനകത്ത് സ്പ്ലിറ്റ് ആയിട്ട് 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇതിനകത്ത് നിന്ന് അങ്ങനെ 8 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവരും നോക്കി അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഫുൾ മൂൺ ഫീമെയിൽ ബെറ്റനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതുകൊണ്ടില്ലേ. ഇത് ഒരെണ്ണത്തിൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഇതിനകത്ത് നിന്ന് 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഈ സ്പ്ലിറ്റ് ആയതിൽ നിന്ന് 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇതിനകത്തുനിന്നും 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഇതിനകത്തും 2 സ്പ്ലിറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിൽ വാല് നോക്കിയിട്ടാണ് ഫുൾ മൂണും ഹാഫ് മൂണും ഒക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ മൂൺ തിരിച്ചറിയുന്നത്. ഇനി നമുക്ക് ലോ ക്വാളിറ്റി ഫീമെയിൽ പെറ്റിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അത് ഞാൻ ഇതുപോലത്തെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ വാല് ഒരു ഞരമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് 2 എണ്ണം മാത്രമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 2 എണ്ണം മാത്രമേ സ്പ്ലിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഫീമെയിലാണ് ലോ ക്വാളിറ്റി ഫുൾ മൂൺ ഹാഫ് മൂൺ എന്നൊക്കെ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ ഉണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ശരിക്കും നോക്കാൻ നേരത്ത് കണ്ടില്ലേ ഓരോ ഞരമ്പയും തുടങ്ങിയിട്ട് 1, 2 2 മാത്രമായിട്ടാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ലോ ക്വാളിറ്റി ഫീമെയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ലോ ക്വാളിറ്റി ഉള്ള ഫീമെയിലും ഹാഫ് മൂണ് ഫുൾ മൂണ് അങ്ങനത്തെ ഉള്ളതൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാലിൻ്റെ ഞരമ്പ് നോക്കിയിട്ടാണ് ഹാഫ് മൂണ് ഫുൾ മൂണ് ലോ ക്വാളിറ്റി ഒക്കെ നോക്കുന്നത്. ഇനി നമുക്ക് ബിഗ് ഇയർ പെറ്റിനെ ഒന്ന് നോക്കാം. ബിഗ് ഇയർ പെറ്റിനെ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഹാഫ് മൂണും ഫുൾ മൂണും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ബിഗ് ഇയർ തന്നെ ഹാഫ് മൂണും ഫുൾ മൂണും പ്ലക്കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഹാഫ് മൂണും ഫുൾ മൂണും നമ്മൾ നേരത്തെ നോക്കിയിട്ട് തന്നെയാണ്. പിന്നെ ബിഗ് ഇയർ എന്ന് അറിയാനായിട്ട് അതിൻ്റെ ഇയർ ഭയങ്കര വലുതായിരിക്കും, അത്രേ ഉള്ളൂ ബിഗ് ഇയറിൻ്റെ വ്യത്യാസം. അത് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ബിഗ് ഇയർ പെറ്റ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര വലിയ അറിയാനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബിഗ് ഇയർ ആയിരിക്കും, അതിൻ്റെ ചെവി വലിയ ചെവി ആയിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഹാഫ് മൂണും ഫുൾ മൂണൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി, നേരത്തെ കാണിച്ചു തന്നോട്ട്. ഇത് നമുക്ക് ഡബിൾ ടൈലിനൊന്ന് പരിചയപ്പെടാം. ഡബിൾ ടൈൽ ഫീമെയിൽ എന്ന് പറയുന്നത് ഡബിൾ ടൈലും നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകണ്ടില്ല. ഇതുപോലെ തന്നെ ഈ ബാക്കിൽ വാല് 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഡബിൾ ടൈൽ ഫീമെയിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഡബിൾ ടൈലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്, വലിയ പാടൊന്നുമില്ല ഡബിൾ ടൈൽ മനസ്സിലാക്കാനായിട്ട്. ഞാൻ പലരും ചോദിച്ചു വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഫീമെയിലുകളെ തമ്മിൽ ഒരുമിച്ചിടാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നത് ഒരുമിച്ചിടാം, പക്ഷേ പല ടൈപ്പുള്ള, അതായത് പല ഏജുള്ള ഫീമെയിലുകളെ ഒരുമിച്ചിടരുത്. കണ്ടില്ലേ കൊത്തുകൂടുന്നുണ്ട്. പല വലുപ്പത്തിലുള്ള എന്താ പറയുക പല ഏജുകളിലുള്ള ഫീമെയിലിനെ ഒരുമിച്ചിട്ട് തമ്മിൽ കൊത്തുവിടും. ഒരേ സെയിം ഏജ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ റെഡ് 2 വർഷമായ ഫീമെയിലാണത്. കണ്ടില്ല, അതെല്ലാത്തിനും കൊത്തുന്നുണ്ട്. ബാക്കിയൊന്നും അത്രയും പ്രായമാവാത്ത ഫീമെയിലുകളാണ് ബാക്കിയെല്ലാം ഉള്ളത്. അത് ഭയങ്കര വലുതാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് 1-2 എണ്ണം അങ്ങനത്തെ വലുതുകളുണ്ട്, ബാക്കിയൊക്കെ ചെറുതാണ്. അപ്പോൾ അങ്ങനെ അതും തമ്മിൽ കൊത്തുകൂടുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് സെയിം ആയിട്ടുള്ള പ്രായത്തിലിടാൻ നോക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് 2ഉം ഫീമെയിലാണ്. ഒരെണ്ണം മസ്റ്റാർഡ് ഗ്യാസും ഒരെണ്ണം ഫുൾ റെഡും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ റെഡ് എന്ന് പറയുന്നത് ഏകദേശം 2 വർഷമായ ഫീമെയിലാണ്. മറ്റേത് 2 വർഷമൊന്നും ആയിട്ടില്ല, ഒരു 1-1.5 വർഷം കഷ്ടിയായിട്ടുള്ളൂ ആ മസ്റ്റാർഡ് ഗ്യാസ്. കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ തമ്മിൽ കൊത്തുകൂടുന്നുണ്ട്. അപ്പോൾ സെയിം ഏജുള്ള ഫീമെയിൽസിന് ഒരുമിച്ചിടാൻ നോക്കുക. പല ഏജാണെങ്കിൽ തമ്മിൽ കൊത്തുകൂടും. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ പല ഏജിലുള്ള ഫീമെയിലിനെ ഒരുമിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിടണം. പല ഏജ് ഉള്ളതാണെങ്കിൽ ഒരു സെയിം ഏജ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും മറന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചോ, റിപ്ലൈ തരുന്നതായിരിക്കും. റിപ്ലൈ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അപ്പം തന്നെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ വൈകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കമൻറ്റ് ചോദിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫീമെയിലിനെ സെലക്ട് ചെയ്യാൻ നേരത്ത്, ബ്രീഡിങ്ങിനൊക്കെ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്വാളിറ്റിയുള്ള ഫീമെയിലിനൊക്കെ തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ഇത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുവേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.